എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്റെ ലൈഫ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോ മറ്റുള്ളവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്കൊരു ഫീല് വരും, എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്ന്, അല്ലേ? അപ്പോ ഈ ഒരു പഴയ കഥയിലുണ്ടല്ലോ, ഒരു പക്ഷേ നമുക്ക് വേണ്ട ഒരു ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ടാവും. സംതൃപ്തിയുടെ ആ ഒരു രഹസ്യം തേടി ഒരു കാക്ക നടത്തിയൊരു യാത്രയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു തോന്നലുണ്ടല്ലോ, അത് നമുക്ക് മിക്കവർക്കും ഇടയ്ക്ക് വരാറുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു കുറവ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ കഥയും തുടങ്ങുന്നത് ഇങ്ങനൊരു ചിന്തയിൽപ്പെട്ടുപോയ ഒരാളിൽ നിന്നാണ്. അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടാം. അതൊരു കാക്കയാണ്. പക്ഷേ ഇവൻ വെറുമൊരു സാധാരണ കാക്കയല്ല കേട്ടോ. സ്വന്തം ജീവിതത്തിലും താനൊരു കാക്കയായിട്ട് ജനിച്ചതിലും ഭയങ്കര നിരാശനായിരുന്നു അവൻ. കറുത്ത നിറം, പരുക്കൻ ശബ്ദം, ഇതൊക്കെ അവന് വെറുപ്പായിരുന്നു. അവന്റെ നിരാശ അത്രയ്ക്കും വലുതായിരുന്നു. അവൻ ചിന്തിച്ചതെന്താണെന്നറിയുമോ? ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ്. ആളുകളൊക്കെ എന്നെ വെറുക്കുന്നു, ആട്ടിയോടിക്കുന്നു, ഈ ലോകത്താർക്കും എന്നെ വേണ്ട എന്നൊക്കെ അവൻ ഉറച്ചു വിശ്വസിച്ചുപോയി. അങ്ങനെ കാക്ക ഒരു മരക്കൊമ്പിലിരുന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ മരത്തിനു താഴെ ധ്യാനിച്ചിരുന്ന ഒരു സന്യാസി അവനെ ശ്രദ്ധിച്ചത്. ആ സന്യാസി കാക്കയ്ക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചു. അവന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു വാഗ്ദാനം. സന്യാസി പറഞ്ഞു, ഞാൻ നിന്നെ ഒരു അരയന്നമാക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആദ്യം നീ പോയി ഒരു അരയന്നത്തെ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനോട് ചോദിക്കണം, നീ നിന്റെ ജീവിതത്തിൽ ശരിക്കും സന്തോഷവാനാണോ എന്ന്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ? ആ ഒരു നിമിഷം കാക്കയുടെ ഹൃദയത്തിലൊരു പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞു. താൻ ആഗ്രഹിച്ചതുപോലെ നല്ല വെളുത്ത് തുടുത്തൊരു അരയന്നമാകാൻ ഇനി അധികം ദൂരമില്ലെന്നവൻ സ്വപ്നം കണ്ടു. അങ്ങനെ സന്തോഷം തേടിയുള്ള ആ യാത്ര അവൻ തുടങ്ങി. പക്ഷേ അതൊരു താരതമ്യത്തിന്റെ യാത്ര കൂടിയായിരുന്നു. അവൻ ഉയർന്നു പറന്നു. ഒടുവിൽ ശാന്തമായൊരു കുളത്തിൽ നല്ല ഭംഗിയായി നീന്തിത്തുടിക്കുന്ന ഒരു അരയന്നത്തെ കണ്ടെത്തി. അതിന്റെ ആ തൂവെള്ള നിറം കണ്ടപ്പോ കാക്ക മനസ്സിലുറപ്പിച്ചു, ഇവൾ തന്നെയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. പക്ഷേ കാക്കയെ ശരിക്കും ഞെട്ടിച്ചുകൊണ്ട് അരയന്നം മറുപടി പറഞ്ഞു, ഇല്ല സുഹൃത്തേ, ഞാൻ അത്ര സന്തോഷവതിയൊന്നും അല്ല. ഈ ലോകം മുഴുവൻ പല പല നിറങ്ങളാണ്. പക്ഷെ എനിക്ക് നോക്ക്, ഈ ഒരൊറ്റ വെളുത്ത നിറം മാത്രം. മഴവില്ലുപോലെ പല നിറങ്ങളുള്ള ചിറകുകളുള്ള തത്തയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. കാക്കയുടെ പ്രതീക്ഷകളൊന്നും പോയില്ല. അവൻ അരയന്നത്തോട് ബൈ പറഞ്ഞ് നല്ല നിറങ്ങളൊക്കെയുള്ള ആ തത്തയെ തേടി യാത്ര തുടർന്നു. സന്തോഷത്തിന്റെ രഹസ്യം നിറങ്ങളിലാണെന്ന് അവൻ അപ്പോഴും വിശ്വസിച്ചു. അങ്ങനെ തത്തയെ കണ്ടെത്തിയ കാക്ക അതിന്റെ ഭംഗിയെ ഒരുപാട് പുകഴ്ത്തി. പക്ഷെ തത്തയുടെ മറുപടി അവനെ വീണ്ടും നിരാശപ്പെടുത്തി. ഈ ഭംഗിയൊരു ശാപമാണ് സുഹൃത്തേ. എപ്പോഴാണ് മനുഷ്യർ എന്നെ പിടിച്ചു കൂട്ടിലടയ്ക്കുക എന്ന പേടിയിലാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ഭംഗിയും കഴിവുമൊക്കെ നമുക്കു തന്നെ ഒരു ഭാരമാകാറില്ലേ? എന്നിട്ട് ആ തത്ത ദൂരേക്ക് ചൂണ്ടിപ്പറഞ്ഞു, ദാ ആ മയിലിനെ നോക്കൂ, അവനായിരിക്കും ഏറ്റവും സന്തോഷവാൻ. കാക്കയുടെ യാത്ര അവനെ കൊണ്ടെത്തിച്ചത് ഒരു മൃഗശാലയിലാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ഒരു മയിലിനെ അവൻ കണ്ടു. ഒരു കൂട്ടിലായിരുന്നെങ്കിലും അവന്റെ ഭംഗിക്ക് ഒരതിരുമില്ലായിരുന്നു. കാക്ക ഉറക്കിച്ചു, ഇതാണ് എന്റെ അന്വേഷണത്തിന്റെ അവസാനം. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പക്ഷി ഇതുതന്നെ. പക്ഷേ മയിൽ പറഞ്ഞു വാക്കുകൾ കേട്ട് കാക്കയുടെ ഹൃദയം തകർന്നുപോയി. ഒരു കാലത്ത് ഞാനും കരുതിയിരുന്നു ഞാനാണ് ഏറ്റവും സന്തോഷവാനെന്ന്. പക്ഷെ എന്റെ സൗന്ദര്യം തന്നെയാണ് എന്നെ ഈ കൂട്ടിലാക്കിയത്. ആളുകൾ എന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എന്റെ പീലികൾ ഓരോന്നായി പറിച്ചെടുക്കുമ്പോൾ ഒരുപാട് വേദനിക്കും. കണ്ടോ, എല്ലാവരും ആഘോഷിച്ച അവന്റെ സൗന്ദര്യം തന്നെയായിരുന്നു അവന്റെ ഏറ്റവും വലിയ ദുഃഖവും. കാക്കയുടെ തല പെരുത്തു. അരയെണ്ണം സന്തോഷവതിയല്ല, തത്തയ്ക്ക് സന്തോഷമില്ല, ഇപ്പോൾ ഈ സുന്ദരനായ മയിലിനും സന്തോഷമില്ല. അപ്പൊ പിന്നെ ആരാണ് ഈ ലോകത്ത് സന്തോഷവാനായിട്ടുള്ളത്? അവൻ നിരാശയോടെ മയിലിനോട് ചോദിച്ചു. അപ്പൊ മയിൽ കാക്കയെ ആഴത്തിലെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ മൃഗശാലയിലെ എല്ലാ പക്ഷികളെയും ദിവസവും കാണാറുണ്ട്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂട്ടിലല്ലാത്ത ഒരേ ഒരു പക്ഷി നീയാണേ കാക്കേ. നിന്നെ ആരും പിടിക്കാനോ കൂട്ടിലിടാനോ നോക്കുന്നില്ല. മയിൽ തുടർന്നു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാനൊരു കാക്കയായിരുന്നെങ്കിൽ എന്ന്. എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പറന്നു പോകാമായിരുന്നു. എനിക്ക് സ്വതന്ത്രനാകാമായിരുന്നു. ആ ഒരൊറ്റ വാക്ക്, സ്വാതന്ത്ര്യം, അത് കാക്കയുടെ ലോകം തന്നെ മാറ്റിമറിച്ചു. താൻ ഒട്ടും വില കൽപ്പിക്കാതിരുന്ന ഒരു കാര്യം,
അതാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പക്ഷി ആഗ്രഹിച്ചത്. ആ ഒരു വലിയ തിരിച്ചറിവുമായി കാക്ക മയിലിന് നന്ദി പറഞ്ഞു നേരെ സന്യാസിയുടെ അടുത്തേക്ക് തിരികെ പറന്നു. പക്ഷേ അത് പഴയ, എപ്പോഴും സങ്കടപ്പെട്ടിരുന്ന കാക്കയായിരുന്നില്ല. അവൻ സന്യാസിയോട് പറഞ്ഞു, എനിക്കിനി മറ്റൊന്നുമാകേണ്ട, ഞാൻ എന്താണോ അതു മതി എനിക്ക്. അവനൊടുവിൽ സ്വന്തം മൂല്യമെന്താണെന്ന് തിരിച്ചറിഞ്ഞു. ജീവിതത്തിലാദ്യമായി ഒരു കാക്കയായതിൽ അവൻ അഭിമാനിച്ചു, സന്തോഷിച്ചു. അപ്പോ ഈ കഥയുടെ ഒരു കാതൽ എന്താന്ന് വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ 2 വഴികളുണ്ട് നമ്മുടെ മുന്നില്. ഒന്ന് ദുഃഖത്തിലേക്കുള്ള വഴി. അതെവിടുന്നാ തുടങ്ങുന്നത്? മറ്റുള്ളവരുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നിടത്ത് നിന്ന്. നമുക്കില്ലാത്തതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ആലോചിച്ച് അവസാനം നമ്മൾ സങ്കടത്തിന്റെ കുഴിയിലേക്ക് വീഴും. പക്ഷേ സന്തോഷത്തിലേക്കുള്ള വഴി അതല്ല. അത് തുടങ്ങുന്നത് നമുക്ക് കിട്ടിയ കാര്യങ്ങളെ, നമുക്കുള്ളതിനെ വിലമതിക്കുന്നിടത്ത് നിന്നാണ്. നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം യഥാർത്ഥ സന്തോഷം നമ്മളെ തേടി വരും. അപ്പോ എന്താണ് ശരിക്കും സംതൃപ്തി? എല്ലാം പെർഫെക്റ്റായ ഒരവസ്ഥയല്ല അത്. മറിച്ച് നമുക്കില്ലാത്തതിനോർത്ത് വിഷമിക്കാതെ നമ്മുടെ കയ്യിലുള്ളതിനെ സ്നേഹിക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനമില്ലേ, അതാണ് യഥാർത്ഥ സംതൃപ്തി. ഈ പഴയ കഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ ഒരു പ്രധാന ചോദ്യത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിലെ അരയന്നങ്ങളെയും തത്തകളെയും മയിലുകളെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: നിങ്ങൾ ആരുമായാണ് നിങ്ങളെ താരതമ്യം ചെയ്യുന്നത്? ആ താരതമ്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യവും സന്തോഷവും നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ?